ഹായ് എവരിവൺ. 24th ജനുവരിയിലെ ഷിഫ്റ്റ് 2-ലെ 7th ക്വസ്റ്റ്യനിലേക്കാണ് നമ്മൾ പോകുന്നത്. ലെറ്റ്സ് സീ ദ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കറിയാം ഇത് കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യും? അവർ ചോദിച്ചിരിക്കുന്നത് ദി വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് അബ്സോർബ്ഡ് എന്നാണ്. അപ്പോൾ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ് അവർക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്കറിയാം എനർജി എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വേവ് ലെങ്ത് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഓരോ കോംപ്ലക്സിനെയും നമ്മൾ അനലൈസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആദ്യത്തെ കോംപ്ലക്സിൽ കൊബാൾട്ട് 3+ ആണ്. സോ ഇറ്റ്സ് കൊബാൾട്ട് 3+. ഫസ്റ്റ് കോംപ്ലക്സിൽ കൊബാൾട്ട് 3+. സെക്കൻഡ് കോംപ്ലക്സ് ഓൾസോ വി ഹാവ് കൊബാൾട്ട് 3+. നെക്സ്റ്റ് കോംപ്ലക്സ് ഓൾസോ വി ഹാവ് കൊബാൾട്ട് 3+. നെക്സ്റ്റ് അമോണിയ വാട്ടർ, അവിടെയും രണ്ടുപേരും ന്യൂട്രലാണ്. എല്ലാ ലിഗൻസ് ഇതിനകത്ത് തന്നിരിക്കുന്നതിൽ വാട്ടർ അമോണിയം ന്യൂട്രൽ, സയനൈഡ് നെഗറ്റീവ്. ഓക്കെ, അതുപോലെ ഫ്ലോറിന് നെഗറ്റീവ്. അപ്പോൾ ഇതും കൊബാൾട്ട് 3+. ലാസ്റ്റ് വണ്ണും കൊബാൾട്ട് 3+. അപ്പോൾ തന്നിരിക്കുന്ന ഒരു കോംപ്ലക്സിലും മെറ്റൽ ഡിഫറൻ്റ് അല്ല. അപ്പോൾ ഇത് മെറ്റലിൻ്റെ ക്യാരക്ടർ അല്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ലിഗൻസിനെ നോക്കാം. നോക്കൂ, ഒന്നാമത്തെ കോംപ്ലക്സിൽ അവർ തന്നിരിക്കുന്നത് അമോണിയ മാത്രമാണ്. സോ ഐ എം റൈറ്റിംഗ് 6 അമോണിയ. ഒന്നാമത്തെ കോംപ്ലക്സിൽ 6 അമോണിയ. രണ്ടാമത്തെ കോംപ്ലക്സിൽ 6 വാട്ടർ. മൂന്നാമത്തതിൽ നമുക്കുള്ളത് 6 സയനൈഡ്. നെക്സ്റ്റ് അടുത്ത നിങ്ങൾ നോക്കിയാൽ, നാലാമത്തെ നിങ്ങൾ നോക്കിയാൽ 5 അമോണിയയും പ്ലസ് 1 വാട്ടറും. സോ 5 അമോണിയ പ്ലസ് 1 വാട്ടർ. ആൻഡ് അഞ്ചാമത്തെ കേസ് നിങ്ങൾ നോക്കിയാൽ അവിടെ 6 ഫ്ലോറിൻ. മക്കളെ, ഇതിൽ ഏതാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള സ്പ്ലിറ്റിങ് ക്രിയേറ്റ് ചെയ്യുന്ന ലിഗൻസ്? നമുക്കറിയാം നമ്മൾ ഒക്ടാഹൈഡ്രൽ ലിഗൻ്റാണ് തന്നിരിക്കുന്ന എല്ലാം. അപ്പോൾ ഒക്ടാഹൈഡ്രൽ ലിഗൻറ്റിൻ്റെ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ് തരുന്നത് ഏറ്റവും കൂടുതൽ സ്ട്രോങ്ങർ ആയിട്ടുള്ള ലിഗൻ്റ് ആയിരിക്കും. അപ്പോൾ ഏറ്റവും സ്ട്രോങ്ങർ ലിഗൻ്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സ്പ്ലിറ്റിംഗ്. സോ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഓർഡർ എഴുതുകയാണ്. ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ അല്ലെങ്കിൽ സ്പ്ലിറ്റിംഗ് എനർജീൻ്റെ ഓർഡർ എഴുതുന്നു. ഏറ്റവും സ്ട്രോങ് ലിഗൻ്റ് മൂന്നാമത്തെ ആൾ, പിന്നെ സ്ട്രോങ്, പിന്നെ ആരാ സ്ട്രോങ്? കാർബൺ ഡൊണയർ കഴിഞ്ഞാൽ പിന്നെ അമോണിയ അല്ലേ. അപ്പോൾ അമോണിയ 6 അമോണിയ. സോ 3 കഴിഞ്ഞാൽ 1, പിന്നെ 5 അമോണിയ, പിന്നെ 4. പിന്നെ നമ്മൾ പോകുന്നത് ഓക്സിജൻ ഡോണറിലേക്കാണ്. ഓക്സിജൻ ഡോണർ ഈസ് 2, പിന്നെ ഹാലജൻ ഡോണർ 5. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എനർജീൻ്റെ ഓർഡർ. മക്കളെ, എനർജി അല്ലല്ലോ അവർ ചോദിച്ചിരിക്കുന്നത്, വേവ് ലെങ്ത് അല്ലേ ചോദിച്ചിരിക്കുന്നത്. എനർജിയും വേവ് ലെങ്ത് ഓപ്പോസിറ്റ് റിലേഷൻ അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാംഡേൻ്റെ ഓർഡർ വാട്ട് വിൽ ബി ദ എനർജി അബ്സോർബ്ഡ് അല്ല, വാട്ട് വിൽ ബി ദ വേവ് ലെങ്ത് അബ്സോർബ്ഡ്. സോ വേവ് ലെങ്ത് അബ്സോർബ്ഡ് വിൽ ബി 5 greater than, 2 greater than, 4 greater than, 1 greater than, what will come there? 3. അപ്പോൾ ഇതായിരിക്കും നമ്മളുടെ ലാംഡ, അതായത് വേവ് ലെന്ത്. അവരെന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്ത ലൈറ്റിൻ്റെ വേവ് ലെന്തിൻ്റെ ഓർഡർ. എനർജീൻ്റെ ഓർഡർ ആദ്യത്തെ ആളാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചത് എനർജീൻ്റെ ഓർഡർ അല്ല, നമ്മളോട് ചോദിച്ചത് വേവ് ലെന്തിൻ്റെ ഓർഡറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ആൻസർ എടുക്കാൻ പറ്റുന്നത് 5, 2, 4, 1, 3. Option 4 will come as the answer for this particular question. Thank you.